കാസർഗോഡ് ഭാഗത്ത് ഇവിടെ ഒരു ഉസ്താദിനെ കുട്ടിയുടെ രക്ഷകർത്താവ് അടിച്ചു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എന്താ നിങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടി ആരാണ്ട കുട്ടിയാണെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. മറിച്ചത് സ്വന്തം കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം മക്കളോട് നടത്തുന്ന ശിക്ഷണം പോലെ ശിക്ഷണം നടത്തിയതിന്റെ പേരിൽ നിങ്ങൾ അകത്ത് പോകേണ്ടി വരികയാണ്. നമ്മുടെ കഴിഞ്ഞ ഭൂതകാലത്ത് എന്തായിരുന്നു? മദ്രസ മാത്രമല്ല, നമ്മുടെ സ്കൂളിലേക്ക് എന്തായിരുന്നു? എന്തൊരടി അധ്യാപകർ, എന്തൊരടിയായിരുന്നു! ചൂരൽ കൊണ്ട് ശരീരം മുഴുവനും തലങ്ങും വിലങ്ങും അടിച്ച ഒരു കാലഘട്ടം, ഒരു ഭൂതകാലം നമുക്ക് കഴിഞ്ഞുപോയി. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ ഇന്നൊക്കെ ഈ കാണുന്ന രൂപത്തിൽ ആർക്കും ദ്രോഹമില്ലാതെ ചെയ്യാവുന്ന നന്മയൊക്കെ ചെയ്ത് സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിത്വമായി നമ്മളൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നത് നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ അധ്യാപകർ, നമ്മൾ അത്ര ശിക്ഷണം നടത്തിയതുകൊണ്ടാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ഉസ്താദിന്റെ റീല് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ വീടിനടുത്തുണ്ടായിരുന്ന സ്കൂളിലെ ഒരു ഹിന്ദി മാഷിനെയാണ്. അയാളുടെ ക്ലാസ്സുള്ള ദിവസം കുട്ടികളെ എണീക്കുന്നത് തന്നെ ഒരുപാട് സ്ട്രെസ്സോട് കൂടിയായിരിക്കും. അയാളുടെ പീരിയഡിന് തൊട്ടു മുമ്പുള്ള പീരിയഡ് തന്നെ കുട്ടികൾ കിടുകിട വിറയ്ക്കാൻ തുടങ്ങും. അത്രയും കുട്ടികളെ അയാൾ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചിരുന്നു. അന്ന് ആ കുട്ടികളും രക്ഷിതാക്കളും കരുതിയിരുന്നത് അയാൾ അങ്ങനെ അടിച്ചിരുന്നത് കുട്ടികളെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അങ്ങനെ അയാൾ അടിച്ചടിച്ച് പഠിപ്പിച്ചവരിൽ ആരും പിന്നെ വലിയ ഹിന്ദി പണ്ഡിറ്റുകളായില്ല എന്ന് മാത്രമല്ല, ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തിരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ അയാൾ കുട്ടികളെ അടിച്ചടിച്ചങ്ങ് തീർക്കുകയായിരുന്നു. ഇപ്പോഴും അയാൾ പഠിപ്പിച്ച കുട്ടികളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ആ ട്രോമ ഉണ്ട് എന്നതാണ് വിഷമകരമായ കാര്യം. നമ്മൾ കണ്ട റീലിലെ ഉസ്താദിന് കുട്ടികളെ അങ്ങനെ തല്ലി നേരെയാക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. ഇയാളുടെ വീഡിയോസ് ഞങ്ങൾക്ക് ഇങ്ങനെ ചിലർ അയച്ചു തരുമ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇയാൾ പറയുന്ന മിക്ക കാര്യങ്ങളും അങ്ങേയറ്റം റിഗ്രസീവാണ്, അത് സൊസൈറ്റിക്ക് കേടാണ് എന്ന് വെച്ച് എനിക്ക് ഇയാളെ കയറി അടിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിലും. എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഉസ്താദുമാരും അധ്യാപകരും ഒക്കെ കുട്ടികളെ അടിക്കുന്നത്. ഒന്ന്, അവർക്കൊരു സാഡിസ്റ്റിക് സുഖം കിട്ടുന്നുണ്ട്. രണ്ട്, അവർക്ക് അതല്ലാതെ വേറെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അടിക്കുക എന്നതാണ് അവർക്ക് എളുപ്പം, അതുകൊണ്ട് അവർ ഇത് ചെയ്യുന്നു. അതല്ലാതെ സയന്റിഫിക് ആയി കുട്ടികളെ എങ്ങനെ തിരുത്താം എന്നതിനെ കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇയാളുടെ ഈ റീലിന്റെ അടിയിൽ വന്ന 1-2 കമന്റ്സ് ഞാൻ കാണിച്ചു തരാം. ഉസ്താദ് അടിച്ച അവിടെ സ്വർഗമാണെന്ന് വിശ്വസിച്ച കാലം, എന്നെ തല്ലരുതെന്ന് പറയാൻ വന്ന വല്യമ്മയുടെ മുന്നിലിട്ട് എന്നെ തല്ലിയ ഉസ്താദാണ് ഹീറോ. ഇങ്ങനെ കമന്റ് ഇട്ട ആളുകൾക്കും ഈ ഉസ്താദിനും കാര്യമായ ഒരു പ്രശ്നമുണ്ട്. അത് അവരെ അടിക്കുന്നവരോടും അബ്യൂസ് ചെയ്യുന്നവരോടും ഒക്കെ ഒരു ബോണ്ടിങ് തോന്നുന്ന, അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലെ കുട്ടികളെ ഓർത്താണ് സങ്കടം തോന്നുന്നത്. കാരണം അവരെ ഇങ്ങനെ ഉസ്താദുമാരോ ടീച്ചേഴ്സോ ഉപദ്രവിച്ചാലും അവർക്ക് വീട്ടിൽ വന്ന് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.